ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ എൻ്റെ പേര് സുനി അണ്ണൻ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനിപ്പോൾ ഒരു ബെഡ് റോക്ക് എഡിഷനാണ് കളിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫസ്റ്റത്തെ ഗോളെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷെൽട്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ ഫുഡ്, പിന്നെ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ലാഗ് ഉണ്ടാവും. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ഇച്ചിരി ലാഗ് ഉണ്ടാവും. കാരണം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതായത് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ വോയിസ് ഞാൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഈ മരം അങ്ങ് ഇടിച്ചു പൊളിക്കണ്ട്. ഓക്കെ, ഈ മരം അങ്ങ് ഫുള്ളായിട്ട് ഇടിച്ചു പൊളിക്കാം നമുക്ക്. ഓക്കെ, ഇതായിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഗോള് നമുക്ക് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഗോളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഫുഡും കാര്യങ്ങളൊക്കെ വേണം. നമുക്കിതൊന്ന് പ്ലാങ്ക് ആക്കിയിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കി സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. കുറച്ച് സ്റ്റിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് ഒരു ജംഗിൾ ബയോം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കണ ഇതൊന്ന് നോക്കിയെടുത്തേക്കാം. എന്താ പറയുക, വാട്ടർമെലൺ നമുക്ക് എടുത്തേക്കാം. ഓക്കെ, ഇവിടെയുള്ള മൊത്തം വാട്ടർമെലൺ നമുക്ക് എടുക്കാം. കാരണം നമുക്ക് ഫുഡ് വേണം. ഫുഡിൻ്റെ കാര്യത്തിന് നമുക്കൊരു നോ കോംപ്രമൈസ്. നമുക്കൊരു ഫുഡ് ഫാമൊക്കെ റെഡിയാക്കണം. ഓക്കെ, നമുക്ക് ഫുഡ് ഫാമൊക്കെ റെഡിയാക്കണം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ ഞാനിപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വേൾഡിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് നിങ്ങൾ നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ വേൾഡിൻ്റെ പേര് ആണ് ലെസ്കോ. അപ്പോൾ ലെസ്കോ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കയറി ചെന്ന് അടിച്ചു കൊടുക്കും. അതായത് സോംബി വരുവാണെങ്കിലോ ക്രീപ്പർ വരുവാണെങ്കിലോ നമ്മൾ കയറി ചെന്ന് അടിക്കും. അതാണ് നമ്മുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ഇച്ചിരി ലോങ് ഉണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ 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 ഇതൊരു വലിയൊരു റിവ്യൂയിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകണം. കുറച്ച് അയം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ ഫ്ലവേഴ്സൊക്കെ എടുത്തേക്കാം. ഫ്ലവർ ആവശ്യം വരും. നമുക്ക് കുറച്ച് ഡൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരും. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മൾ നന്നായിട്ട് കളിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ചാടാൻ പറ്റും. അല്ലെങ്കിൽ അടിയിൽ പോയി ചത്തിട്ട് വരും. ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇതേ അവിടെ ആയിട്ട് ഒരു അയൺ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ അയൺ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ പ്ലാങ്ക് വെച്ചിട്ടൊന്ന് അങ്ങോട്ടേക്ക് ബ്രിഡ്ജ് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് ബ്രിഡ്ജ് ചെയ്ത് പോവാം. മിസ്ക്ലിക്ക് ചെയ്യലേന്ന് ഇത് പറയേണ്ട, പക്ഷേ മിസ്ക്ലിക്കായി പോണേ. ഓക്കെ 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 മിസ്ക്ലിക്ക് ചെയ്യാണ്ട് ചെയ്യാൻ ഞാൻ നോക്കാം. ഓക്കെ 3. ഞാൻ ഈ മിസ്ക്ലിക്ക് ചെയ്ത് ശീലമായിപ്പോയി. എന്ത് ചെയ്യാനാ. നമ്മൾ ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ആ പിക്കാക്സ് ഉണ്ടാക്കി ഇനി അടിയിലേക്ക് പോയിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ 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 സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റത്തെ അയൺ നമ്മളെടുത്തു. ഇവിടെ 2 അയണുണ്ട്. ഒരു അയണും കൂടി കിട്ടുവാണെങ്കിൽ ശരിയില്ല. അപ്പോൾ നമുക്ക് അടിയിലേക്ക് മൈൻ ചെയ്ത് പോകേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് മൈൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ഇങ്ങോട്ട് ഞാൻ എന്താ ഇപ്പോൾ കണ്ടത്, വേണ്ട നമുക്ക് അടിയിലേക്കൊന്നും പോകണ്ട. നമുക്ക് 3 MBs കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. പിക്കാക്സ് ഇനി നമുക്കൊന്ന് പൊക്കത്തേക്ക് കയറണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ ഒരിക്കൽ ലെസ്കോ എന്ന് പറയണത് അതെൻ്റെ ശീലമായിപ്പോയി. എന്ത് ചെയ്യാനാ, ശീലമായിപ്പോയി. പണ്ട് തൊട്ടേ ലെസ്കോ പ്ലെയറാണ്. ഓക്കെ,
നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കണം. നമുക്ക് ഈ പ്ലാങ്ക് വയ്ക്കാം. നാളെ എന്നിട്ട് സ്റ്റോൺ തുറന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞൊരു മലയായിട്ട് ബേസ് ഉണ്ടാക്കാനാണ്. നമുക്ക് ആ കോൾ എടുക്കണം. ആ കോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോണത്. നമുക്ക് ആ കോൾ എടുത്തിട്ട് വരാം. കോൾ എടുക്കണം നല്ലതല്ലേ, നല്ല കാര്യമല്ലേ. ഓക്കെ, നമുക്ക് ആ കോൾ എടുത്തിട്ട് വരാം. ഇവിടെ ആയിട്ട് നല്ല കോള് ഇവിടെ നോക്കട്ടെ. അതെ അതെ അതെ, അതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. അങ്ങോട്ടേക്ക് വാങ്ങിച്ച് നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇത് ഈ സൈഡിലായിട്ടാണ് കോൾ ഇരിക്കണത്. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ കേൾക്കണതിൻ്റെ വോയിസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമില്ല. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഞാൻ പ്ലേ ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിയെന്ന്. ഓക്കെ, ചില സ്ഥലത്തൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. ഓക്കെ, നമുക്ക് അടിയിൽ കുറച്ചും കൂടി അയൺ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അയണും കൂടി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പൊക്കത്തുമായിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു തീരുമാനിക്കണം, മലേൻ്റെ പൊക്കത്താണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത്. എനിക്ക് എന്താണെന്ന് പറഞ്ഞോളൂ, മലയോട് ഭയങ്കര താല്പര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്, 8 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആദ്യയോടെ ഒരു കുറച്ച് കോൾ ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ആരും എന്നെ തെറി വിളിക്കരുത്. കാരണം എനിക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ അറിയുള്ളൂ. കാരണം ഞാനൊരു മൊബൈൽ പ്ലെയറാണ്. അപ്പോൾ വരിയെ നമുക്ക് പൊക്കത്തേക്ക് കയറി വരാം. ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. അങ്ങോട്ടേക്ക് പോകണ്ട, നമ്മുടെ വാലൊക്കെ ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട. ഞാൻ അത്രയും പോയല്ല, എന്നാലും ഇച്ചിരി നന്നായിട്ട് കളിക്കും. ഓക്കെ, നമുക്ക് ഈ സൈഡും കൂടി നോക്കാം എന്തെങ്കിലും ഉണ്ടെന്ന്. ഫുള്ള് ഇട്ടാണ് നമ്മുടെ കയ്യിൽ ഇതുണ്ടാക്കാൻ. നമ്മുടെ കയ്യിൽ കോള് മാത്രമേ ഉള്ളൂ, സ്റ്റിക്ക് ഇല്ല. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഒരു അയൺ പിക്കേക്സ് ഒക്കെ ഉണ്ടാക്കിയാൽ. നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിൽ പ്ലാങ്ക് ഉണ്ടായിരുന്നു, നമ്മളത് കളഞ്ഞു. കുഴപ്പമില്ല, നമുക്കിനി പൊക്കത്തേക്ക് പോകണം. അതാണ് ഇച്ചിരി പണി. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗെയിമൊന്നും കളിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ഈ 2-3 ആഴ്ച മുമ്പ്, 2-3 ഇതാരാ വന്നത്? ആരാ 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 എനിക്കറിഞ്ഞൂടാ. ആരാന്ന് പോലും അറിഞ്ഞൂടാ, എന്നിട്ട് കയറി വന്നേക്കണേ. ഇത് എവിടെ നിന്ന് കയറി വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നേക്കും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കിയാലോ. നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തോ ഉള്ള. വേണ്ട വേണ്ട, പോണ്ട. ചിലപ്പോൾ പണി കിട്ടും. അപ്പം നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകണം. അങ്ങോട്ടേക്ക് പോകാൻ സിമ്പിൾ തന്നെ. അങ്ങോട്ടേക്ക് ചുമ്മാ ബ്രിഡ്ജ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇനി ഒരു വലിയൊരു മല ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ആ മലേൻ്റെ പൊക്കത്തേക്ക് പോകണമെന്നാണ് രാവിലെ. അതിൻ്റെ പൊക്കത്തേക്ക് ഒരു ബേസ് ഉണ്ടാക്കിയൊക്കെ തന്നെയാണ്, നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നിങ്ങളത് ഇത് കണ്ടോണ്ടിരിക്കും, ഞാൻ എന്തൊക്കെ ഏജിൽ ചെയ്യണേന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എന്തൊക്കെ ഞാൻ ഇവിടെ ചെയ്യണമെന്ന്. ഞാൻ ഈ ഡൈ എടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് ഈ ഫ്ലവേഴ്സിനെ കൊണ്ട്. ഞാൻ വരിയെ വരുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കാണാൻ പോണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേരിന് എന്തെങ്കിലും തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കണ്ട. ശ്രീനി എന്ന് പറയണത് എൻ്റെ കൂട്ടുകാർ, അത് ഫ്രണ്ട്സ് വിളിക്കണതാണ്. അതായത് എൻ്റെ പേര്, സ്വന്തം പേര് ഞാനിപ്പോൾ പറയൂല.
ഞാൻ നിങ്ങൾക്ക് വഴിയെ പോകുമ്പോൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ആകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഷീപ്പ് ഇരിപ്പുണ്ടല്ലോ, ഇവന് തള്ളിക്കൊല്ലാട്ടെ. ഓക്കെ, നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ഷീപ്പിനെ അങ്ങനെ കൊന്നിട്ടുണ്ട്. ലെസ്കോ. അപ്പം നമുക്ക് ഒരു മല തപ്പി ഇറങ്ങാം. നേരത്തെ കണ്ട മല ഏകദേശം അതെ പൊക്കത്ത് കണ്ട ഒരു മല ഇരിക്കണം. അതിൻ്റെ പൊക്കത്തായിട്ട് ആണ് ഞാൻ ഉദ്ദേശിക്കണം. ഇവിടെ ഫുള്ളും ഒരു സ്പൈഡറിനെ കണ്ട്. സ്കെൽട്ടനും എനിക്ക് പേടിയാകെയുള്ളത് സ്കെൽട്ടനെയും ക്രീപ്പറും ഇച്ചിരി പണിയാണ്. നമുക്ക് സ്കെൽട്ടനും ക്രീപ്പറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതായത് ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോകത്തില്ല. നമ്മളെ സ്നൈപ്പ് ചെയ്തിട്ട്. ഇപ്പം നിങ്ങളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, സ്കെൽട്ടൻ വന്നിട്ട് നിങ്ങളടിച്ച് നിങ്ങളവിടെ മരിച്ച് നിങ്ങൾ അടിയിലേക്ക് വരും. നിങ്ങളിപ്പോൾ 1 ബ്ലോക്ക് കളിക്കണമെന്ന് വിചാരിച്ചോ, 1 ബ്ലോക്കോ സ്കൈ ബ്ലോക്കോ കളിക്കണമെന്ന് വിചാരിച്ചോ, നിങ്ങളവിടെ ഒരു സൈഡിൽ ഫുൾ ബ്ലോക്ക് വെച്ചാൽ മതി. അവിടെ ലൈറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായാലും സ്കെൽട്ടനോ സോംബിയോ ക്രീപ്പറോ ഇത് ഏതെങ്കിലും ഒന്ന് സ്പോണാവും. ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. എൻ്റെ പൊക്കത്തേക്ക് അയ്യോ എൻ്റെ മച്ചി, അയ്യോ ഞാൻ ഇവിടുത്തെ ആളാണ്, ഞാൻ വേറെ ആളാണ്. അയ്യോ ഓടിക്കോ. അയ്യോ ഞാൻ പറഞ്ഞത് എവിടെ നിന്നൊക്കെ സ്പോണായിട്ട് അടിയിലേക്ക് വീണത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എൻ്റെ പൊന്നോ, അയ്യോ ഞാൻ ഇവിടുത്തെ ആളല്ല. എനിക്ക് ഈ മല വേണ്ട, നിങ്ങൾ എടുത്തു. എനിക്ക് ഈ മലയെ വേണ്ട. ഞാൻ പോവാ. അയ്യോ ആകെ ഞാനുണ്ട്, ഈ വാട്ടർമെലനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കും ഒരു സ്കെൽട്ടനും കൂടി വന്നിരുന്നെങ്കിൽ തീരുന്നാനി. പറഞ്ഞുകൊണ്ട് വേണ്ട, സ്കെൽട്ടൻ പോട്ടെ, സ്കെൽട്ടനേ വേണ്ട. എനിക്ക് ഈ കേവിൻ്റെ ഉള്ളിൽ എന്താ തന്നോടാ. എനിക്ക് ഈ കേവിനോടും മലപ്പൊക്കത്തോടും ഭയങ്കര ഇഷ്ടങ്ങളാണ്. പിന്നെ എനിക്ക് ഈ കൂടുതൽ ഇഷ്ടങ്ങൾ ട്രീ ബിൽഡിങ്, അതായത് ട്രീൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കും. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നിൽക്കുന്നതാ. അയ്യോ ഞാൻ പറഞ്ഞ ഹാട്ട്. അയ്യോ എന്താടാ ഈ സ്കെൽട്ടൻസ്മാരൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. നല്ല പണിയാണ് സ്കെൽട്ടന്മാർ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വേറൊരു മലയും കൂടി കണ്ടായിരുന്നു. ഇവിടെ 2 സ്ഥലം. അങ്ങോട്ടേക്കൊന്നുമില്ല, അവിടെ വെള്ളമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ അങ്ങോട്ടൊക്കെ ഒരു ഭയമുണ്ട്. ഞാൻ എന്താ സൈഡിൽ കാണുന്നത്? ഞാൻ കാണുന്നത് സത്യമാണോ? ഞാൻ പോകുന്നു. എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല. ഞാൻ പോകുന്നു. ഇതാ മല കൊള്ളാമല്ലേ, ഇതാ മല. നമ്മൾ നേരത്തെ ആ സ്ഥലത്ത് ഒരു മല കണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഒരു മല കിട്ടിയിട്ടുണ്ട്. ഇതേടെ സൈഡിലൊരു സ്കെൽട്ടൻ നിൽക്കണം. അയ്യോ ഹാഫ് ഹാർട്ട്. അയ്യോ അരഹാർട്ട്. ഞാൻ സ്പോണിൽ നിന്ന് ഭയങ്കര ദൂരെ നിൽക്കണം. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെ. അയ്യോ എടാ ക്രീപ്പറിൻ്റെ സൗണ്ട്. അയ്യോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ പോവാം. നമുക്ക് ഫുഡങ്ങ് കഴിച്ചിട്ട് ഇവിടെ നമുക്ക് കുടിച്ചിട്ട് നമുക്കൊരു ഫണ്ണേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആ സ്റ്റോണൊന്ന് എടുത്തിട്ട് ഒരു സൈഡ് ബ്ലോക്കും കൂടി. നമുക്കൊരു ഫണ്ണേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും കൂടി കുടിച്ചിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കും. ഒരു ഫണ്ണേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വെച്ച് നമുക്കൊന്ന് ഫുഡ് കുക്ക് ചെയ്തെടുക്കാം.
മട്ടൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മട്ടൻ ഓക്കെ. ആണോ നിങ്ങൾ കണ്ടായിരുന്നോന്ന് എനിക്കറിഞ്ഞൂടാ. ജസ്റ്റ് മിസ്സിൻ്റെയാണ് ഞാൻ ആ ക്രീപ്പറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നിങ്ങൾ ആ സൗണ്ട് കേട്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ ആ ക്രീപ്പിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൊട്ട് മുമ്പിലാണ് നിന്നത് ചോദിച്ചാൽ. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് മാറിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സേഫായി നിൽക്കാം. ഞാൻ ആ അയനൊന്ന് സ്മെൽറ്റാക്കാണ്. കുറച്ച് അയനെ കിട്ടി അയൻ നഗറ്റ് കിട്ടുവാണെങ്കിൽ, അയൻ ഇങ്കറ്റ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടി കുറച്ച് വുഡ് വേണം. അപ്പം നമ്മൾ നേരത്തെ ഒരു ഇത് കണ്ടായിരുന്നു. ഇപ്പോൾ അവനുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കോബിൾ സ്റ്റോൺ വെച്ചേക്കാം. അവിടെ നിന്ന് ആരും ഇനി ഇറങ്ങി വേണ്ടല്ലോ. വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്രയാണ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇത് പൊട്ടിച്ച് നേരെ മുകളിൽ പോയിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ബഗ് റോക്ക് എഡിഷൻ എപ്പോഴും ബഗ് റോക്ക് എഡിഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കാം. പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ലെസ്കോ സ്റ്റിക്ക് ഉണ്ടാക്കി നമ്മളിനി പിക്കേക്സ് ഉണ്ടാക്കാം. നമുക്ക് വെള്ളം സ്മെൽറ്റായി തരുന്നിട്ടുണ്ട്. നമുക്ക് പിക്കേക്സ് ഉണ്ടാക്കാം. പിക്കേക്സ് തന്നെ ഉണ്ടാക്കണം നമ്മൾ. ഞാൻ എന്തിപ്പോൾ ഉണ്ടാക്കുന്നു. ഓക്കെ, പിക്കേക്സ് ഉണ്ടാക്കാം. ഒരു ചോറും കൂടിയാണ് ഇന്ന്. നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമുക്ക് ഇത് പൊട്ടിച്ചെടുത്തോണ്ട് പോവാം. ഓക്കെ, നമ്മൾ കുറച്ച് എന്താ പറയുക ടോർച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ടോർച്ചും കൊണ്ട് ഇനി നമുക്ക് ആവശ്യങ്ങളുണ്ടാവാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗോൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ടൊരു ഷെൽട്ടർ വേണം. ഷെൽട്ടറിനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വേണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? എനിക്ക് എന്താണെന്ന് പറഞ്ഞോളൂ, എനിക്ക് ഇങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ആയിരിക്കണം. അതാണ് എനിക്കിഷ്ടം. ഓക്കെ, നമുക്കൊന്ന് പൊക്കത്തേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒന്ന് പൊക്കത്തേക്ക് പോയിട്ട് ഓക്കെ, ഇവിടെ എന്തോളാ? അയ്യോ അതിപ്പോൾ പൊട്ടിച്ചറിച്ചോ? അതൊരു ക്രീപ്പറല്ലേ ഇപ്പോൾ പൊട്ടിച്ചറിച്ചോ? ഈ ക്രീപ്പറിനൊക്കെ കൊണ്ടുണ്ടല്ലോ ഞാൻ തോറ്റ്. ഇനി നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റോർ ഉണ്ടാക്കാം. നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങണ്ടേന്ന് എന്താ പറയുക. ഓക്കെ, നമുക്കതെടുത്തിട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് ഈ പിഗിനെ അങ്ങ് തല്ലിക്കൊന്നേക്കാം. അയ്യോ. ഓക്കെ. ഞാൻ ഇവരൊക്കെ തല്ലിക്കൊല്ലുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. എന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളിതായി കേൾക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവാം. നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ എൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള പേര് അനിരുദ്ധൻ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശരിക്കുള്ള പേര് അനിരുദ്ധൻ എന്നാണ്. അപ്പോൾ ഈ അനിരുദ്ധൻ്റെ ഫസ്റ്റത്തെ 3 ലെറ്റേഴ്സാണ് ANI. അപ്പോൾ എന്നെ പണ്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഇംഗ്ലീഷ് മിസ് ഉണ്ടായിരുന്നു. അതായത് ഒരു സിസ്റ്ററാണ്. അപ്പോൾ ആ സിസ്റ്റർ എന്നെ അനി എന്ന് വിളിച്ച്. അതായത് എൻ്റെ പേര് ഭയങ്കര വലുതാണ്, അനിരുദ്ധൻ എന്നൊക്കെ വിളിക്കാൻ ഒരു ഇച്ചിരി പാടാണ്. അപ്പം
എൻ്റെ സിസ്റ്റർ അനി അനി എന്നൊക്കെ വിളിച്ച്. അനി അനി എന്ന് വിളിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നെ പിന്നെ അനി എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. ആ മിസ്സ് കാരണമാണ് എനിക്ക് സുനി എന്നൊരു പേര് വരാൻ തന്നെ തുടക്കം ഇട്ട് വെച്ചത്. പിന്നെ ഞാൻ 5ാം ക്ലാസ് ആയപ്പോഴേക്കും എല്ലാവരും അനി അനി എന്ന് വിളിച്ച് അവർക്കൊരു ബോറടിച്ചെന്ന് വെച്ചാൽ എപ്പോഴും അനി അനി എന്നല്ലേ വിളിക്കണം. അവർക്കൊരു അനി എന്ന് പറയണ അവർക്കൊരു മാച്ചായി പോണില്ല. എൻ്റെ പേരും അനിയും അങ്ങനെ അനി അനി എന്ന് എപ്പോഴും വിളിക്കണം അവർക്ക് മാച്ചായി പോയില്ല. അപ്പം ഞാൻ എല്ലാവരും കൂടി ഇട്ട് സുനി എന്നിട്ട്, അതായത് ഞങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇട്ട പേരാണ് സുനിന്നിട്ടത്. അപ്പം ഞങ്ങൾ ആ സുനിന്നിട്ടത് പേരിൽ അപ്പം ഞങ്ങൾ അതിൻ്റെ പേരിപ്പോൾ സുനിയായി ആയത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇട്ടത് എൻ്റെ ഒരു മിസ്സാണ്, അതായത് 4ാം ക്ലാസ്സിലത്തെ ഒരു സിസ്റ്ററാണ് എനിക്ക് ആ പേരിൻ്റെ തുടക്കം ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ പറയാൻ പോണത് ഞാൻ എങ്ങനെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ പേര് പറയാം. ആ യൂട്യൂബേഴ്സിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഒന്നാമത്തെ ആൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ഞാൻ വീഡിയോ കാണാറുണ്ട്. ആ ഒരു യൂട്യൂബർ വീഡിയോ ഇട്ടതിന് അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ ആ യൂട്യൂബറിൻ്റെ പേരാണ് സുധി, അതായത് സുധി അണ്ണൻ. എനിക്ക് സുധി അണ്ണൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ FTTനെയൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഇത് വന്നത്. എനിക്ക് അവരെയൊക്കെ കണ്ടിട്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത്. അവരെയൊക്കെ പോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നല്ലൊരു രീതിയിലൊക്കെ ആവണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും അവർ നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കാര്യങ്ങൾ ഈ 2-3 പേര്, കുറേ പേരുണ്ട്. അവിടെയൊക്കെ പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ പറയണ തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങാണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് കേട്ടാൽ മതി. ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ആ ലൈക്കും സബ്സ്ക്രൈബ് ബട്ടനും ഒന്ന് അടിച്ച് അമർത്തിയാൽ മതി. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഓളിലിടണം. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ കാര്യം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ഈ സമയത്ത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതായത് ഞാൻ ഈ മലയുടെ പുറത്ത് കയറിയപ്പോഴേക്കും ഞാൻ ആ വലിയൊരു കേവൊക്കെ കാണിച്ചില്ലേ, ആ കേവൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് മൈനിങ് ഏരിയയൊക്കെ ആക്കാമെന്നൊക്കെ ഞാനൊരു പ്ലാനിട്ട് അത് ഞാൻ ഇങ്ങനെ നിൽക്കണേന്ന്. അപ്പോൾ അതായിരുന്നു ഞാൻ ഇത് പറയാനുള്ള കാരണം. ഓക്കെ, നിങ്ങൾ വേറൊരു മലയിൽ കയറുമ്പോഴേക്കും ഞാനത് നോക്കിയത് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ട് ഞാൻ ഇതൊന്ന് നോക്കിയത് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, കാര്യം എന്താണെന്നൊക്കെ ഞാൻ നോക്കിയത്. അപ്പോഴാണ് ഞാൻ കണ്ടത് മൈക്ക് ഓഫായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മല ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് വേറൊരു ബയോമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേരറിയാവുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു മലയിൽ പോയി. ആ മലേൻ്റെ ചുറ്റും നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ആ മലയാണ് അടിപൊളി. അപ്പോൾ ഞാൻ ഈ പട്ടിക്കുട്ടീനൊക്കെ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. മൈൻക്രാഫ്റ്റിൽ കയറിയിട്ട് ഞാനിപ്പോഴാണ് കാണുന്നത്. പുതിയ അപ്ഡേഷന് വന്നത്. ഓക്കെ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് മൈക്ക് ഓഫ് ചെയ്തിട്ട് അതിനെ സംസാരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ, അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിത് നോട്ടീസ് ചെയ്തപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ഇതായിക്കോളാം. അപ്പോൾ നമുക്ക് ഈ പശുവിനെ അങ്ങ് തല്ലിക്കൊന്നേക്കാം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ആ വലിയൊരു കേവൊക്കെ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക്. ഓക്കെ,
ആ കേവ് നമുക്ക് മൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറയാണ് സോറി. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ ബ്ലാങ്ക് ആക്കി ഇടണില്ല. ഞാൻ അത് ഒന്ന് ഫില്ല് ചെയ്തിട്ടോളാം. ഓക്കെ. ഞാൻ നമുക്ക് ആ മലയിലേക്ക് പോവാം. ഓക്കെ. നമുക്ക് ആ മലയിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ ആയിട്ടാണ് ബേസ് സെറ്റ് ചെയ്യാം. നമുക്ക് അവിടെ നിന്നൊന്ന് നോക്കാം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാം. അപ്പം ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാതെ നിങ്ങൾക്ക് മര്യാദക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ ആകെ ഒരു ചെറിയൊരു സ്മാർട്ട് ഫോണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനൊന്ന് ക്ഷമിക്കണം. നമുക്ക് വരുന്ന വഴിക്ക് ഇനിയും നമുക്ക് അപ്ഗ്രേഡ് ആവാം. ഓക്കെ. നമ്മളിപ്പോൾ പൊക്കത്തേക്ക് പോകണം. ഇതെന്താ കയറാൻ പറ്റത്താ? ഓക്കെ, നമ്മൾ ആ പൊക്കത്തേക്ക് പോവാം. നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടുപോലെ തന്നെ ഞാൻ ഞാൻ ഫുഡ് തപ്പി ഞാൻ എല്ലാവരും ഫുഡ് തപ്പി കയറിയപ്പോഴായിരുന്നു ഞാൻ ഇത് കണ്ടത്. ഞാൻ നോക്കിയപ്പോഴേക്കും എൻ്റെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൈഡിലായിട്ട് ഒരു ഡോട്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യണ റെക്കോർഡിങ്. അത് എനിക്കറിയാം നിങ്ങൾക്ക് അത് ചില യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അതൊന്നും കാണാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു നമുക്കൊരു അധികം എങ്ങനെ ഇതെടുക്കണേന്നൊന്നും അറിഞ്ഞൂടാ. നമുക്കൊരു ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ ഇതെടുക്കുകയാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് അവസാനം ഇങ്ങനെ പൊക്കത്തേക്ക് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു റിവ്യൂ പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ച് മൂടണം. അതിനെ എടുപ്പുണ്ടായിരുന്നേ. നമുക്കതൊന്ന് അടച്ച് മൂടണം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് വില്ലേജ്. അപ്പോൾ ഇതിന് മതി. ഇതാണ് നമ്മുടെ പീസ്. ലെറ്റ്സ് ഗോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ബേസാക്കി എടുക്കാം. അപ്പോൾ സീനൊന്നുമില്ല. ഓക്കെ. നമുക്ക് അതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ആ കേവ്. സോറി, ഒന്നും കൂടി ഞാൻ കുറേ പ്രാവശ്യം സോറി പറയുന്നു. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. സോറി. ഓക്കെ. നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നൊന്ന് ബ്രിഡ്ജ് ചെയ്ത് നോക്കാം മുഖത്തേക്ക് എങ്ങനെ ഉണ്ടാവും ഇത് കാണാൻ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എൻ്റെ എല്ലാം കാണാൻ പറ്റും. ഓക്കെ. ഇതന്നെ മതി. ഇത് അടിപൊളി സ്ഥലം ഗൈസ്. ഇതാ ഒരു കേവൊക്കെ കണ്ട് എന്ത് വ്യൂ ആന്ന് നോക്കിയേ. ഈ വേൾഡ് ജനറേഷൻ തന്നെ നോക്കിയേ. കിണ്ണമല്ലേ? കിണ്ണം. ഓക്കെ ഗൈസ്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് വീഡിയോ നല്ല ലോങ്ങാണ്. ഇപ്പം നമുക്കിപ്പോൾ ഷെൽട്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. വീഡിയോ നല്ല ഒരു അരമണിക്കൂറോളം ലോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഈ വീഡിയോ ഇപ്പോഴത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം.